നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ നിന്നും വന്ന പുതിയ വാർത്തകൾ വ്യവസായ ലോകത്ത് വലിയ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്റ്റാലിൻ ശരിക്കും ഞെട്ടിക്കുകയാണ്. 2030 തമിഴ്നാടിനെ $1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിൽ എത്തിക്കുമെന്നാണ് സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിക്ഷേപക സംഗമവേദിയായ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ജിം 2024 ഏതാണ്ട് 6.6 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതെല്ലാം വരുന്നതോടെ നേരിട്ട് 14.54 ലക്ഷം തൊഴിലവസരങ്ങളും പരോക്ഷമായി 12.34 ലക്ഷം തൊഴിലവസരങ്ങളും ഉണ്ടാകുമെന്നും പറയുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ തന്നെ 803 കോടിയുടെ നിക്ഷേപങ്ങൾ തമിഴ്നാട്ടിൽ നടന്നു കഴിഞ്ഞു. വ്യവസായ വകുപ്പിൽ 3.79 ലക്ഷം കോടി, ഊർജ്ജ മേഖലയിൽ 1.35 ലക്ഷം കോടി, ഭവന നഗര വികസന മേഖലകളിൽ 62,939 കോടി, IT ഡിജിറ്റൽ സേവന മേഖലയിൽ 22,130 കോടി, കൈത്തറി ടെക്സ്റ്റൈൽ മേഖലയിൽ 572 കോടി എന്നിങ്ങനെയാണ് നിക്ഷേപങ്ങൾ നടന്നിരിക്കുന്നത്. 9 രാജ്യങ്ങളിലുള്ള നിക്ഷേപകർ നേരിട്ടും 30ഓളം രാജ്യങ്ങളിലുള്ളവർ ഓൺലൈനായും നിക്ഷേപക സംഗമത്തിൽ പങ്കെടുത്തു. പ്രധാനപ്പെട്ട പദ്ധതികൾ നോക്കിയാൽ ചെന്നൈയിൽ ക്വാൽകോമിന്റെ പുതിയ ഡിസൈൻ സെന്റർ, ടാറ്റ ഇലക്ട്രോണിക്സും പെഗാട്രോണും ഐഫോൺ അസംബ്ലി യൂണിറ്റുകളിലുള്ള നിക്ഷേപം, തൂത്തുക്കുടിയിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാനുള്ള വിൻഫാസ്റ്റിന്റെ പദ്ധതി, ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ്. സിംഗപ്പൂർ 31,000 കോടിയുടെ പദ്ധതി നിക്ഷേപമാണ് തമിഴ്നാട്ടിൽ നടത്തുന്നത്. വിവിധ രാജ്യങ്ങളിലെ ഡെലിഗേറ്റുകൾ തമിഴ്നാട്ടിലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് സെന്ററുകൾ സന്ദർശിച്ച് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. ലോക നിലവാരത്തിൽ തമിഴ്നാട്ടിലെ 71 സർക്കാർ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് സെന്ററുകൾക്ക് ഉന്നത പരിശീലനം നൽകുവാൻ ടാറ്റ ടെക്നോളജി സഹായിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. വളരെ കാലമായി ഒരു വ്യവസായ കേന്ദ്രമായി തമിഴ്നാട് മാറിക്കഴിഞ്ഞു. ഓട്ടോമൊബൈൽ, IT, ടെക്സ്റ്റൈൽ, ഇലക്ട്രോണിക്സ് എന്നിവ പ്രധാനപ്പെട്ട വ്യവസായങ്ങളാണ്. ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ പ്രധാന ഭാഗം ചെന്നൈയിലാണ്. ഇപ്പോൾ പുനരുപയോഗ ഊർജ്ജ മേഖലയിലും കാറ്റിൽ നിന്ന് വൈദ്യുതി നിർമ്മാണത്തിലും തമിഴ്നാട് കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സെമി കണ്ടക്ടർ നിർമ്മാണത്തിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനും തമിഴ്നാട് ഊന്നൽ നൽകുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് വൻ പ്രോത്സാഹനം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. 200ഓളം സ്റ്റാർട്ടപ്പുകളാണ് നിക്ഷേപക സംഗമത്തിൽ പങ്കെടുത്തത്. ചെന്നൈ, കോയമ്പത്തൂർ എന്നിവ കൂടാതെ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും പുതിയ വ്യവസായ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹുണ്ടായ്, ടാറ്റ, അദാനി, ക്വാൽകോം, സെയിൻഗോബൈൻ എന്നിവർ ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ വിജയകരമായി പ്രവർത്തിച്ചു വരികയാണ്. ഊർജ്ജ മേഖലയിൽ ടാറ്റ പവറും US ആസ്ഥാനമായുള്ള ഫസ്റ്റ് സോളാറും നിലവിലുള്ള ശേഷി വിപുലീകരിക്കും. ഫ്രഞ്ച് ഗ്ലാസ് നിർമ്മാണ കമ്പനിയായ സെൻഗോബൈൻ, US ആസ്ഥാനമായ ലോജിസ്റ്റിക് കമ്പനിയായ UPS എന്നിവർ തെക്കൻ ഭാഗങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്തുകയാണ്. 3,400 കോടിയുടെ പദ്ധതിയാണ് ഒറഗഡത്ത് വരുന്നത്. മൊത്തത്തിൽ നോക്കിയാൽ കമ്പനികൾക്ക് പ്രവർത്തിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും തമിഴ്നാട് ഒരുക്കുന്നുണ്ട്. ഇത് നിക്ഷേപകരിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും തമ്മിൽ പുറമെ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും ഈ നിക്ഷേപക സംഗമത്തിലെ പ്രധാന അതിഥി തന്നെ കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലായിരുന്നു. അയൽ സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിനും പുതിയ ആവേശമുണ്ടാകട്ടെ എന്ന് മാത്രം പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക. നന്ദി, നമസ്കാരം.